സുഭാഷിതങ്ങൾ 1-ാം അധ്യായം. പുസ്തകത്തിന്റെ ഉദ്ദേശ്യം. ദാവീദിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമന്റെ സുഭാഷിതങ്ങൾ. മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം, ധർമ്മം, നീതി, ന്യായം എന്നിവ ശീലിക്കാനും സരള ഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചനാശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ചു കേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും ധാരണാശക്തിയുള്ളവൻ പഴമൊഴി, അലങ്കാരപ്രയോഗം, ജ്ഞാനികളുടെ സൂക്തങ്ങൾ, അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാനും തക്ക കഴിവ് നേടാനുമത്രേ ഇവ. ദൈവഭക്തിയാണ് അറിവിന്റെ ഉറവിടം. ഭോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു. ദുഷ്ടസമ്പർക്കം വെടിയുക. മകനെ, നിന്റെ പിതാവിന്റെ പ്രബോധനം ചെവിക്കൊള്ളുക, മാതാവിന്റെ ഉപദേശം നിരസിക്കരുത്. അവ നിന്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിനു പതക്കങ്ങളുമത്രേ. മകനെ, പാപികളുടെ പ്രലോഭനത്തിനു വഴങ്ങരുത്. അവർ പറഞ്ഞേക്കാം, വരുക, പതിയിരുന്ന് കൊല ചെയ്യാം, നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം. അവരെ പാതാളമെന്ന പോലെ നമുക്ക് ജീവനോടെ വിഴുങ്ങാം, അവർ ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെയാകും. വിലയേറിയ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും, കൊള്ള മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം. ഞങ്ങളോട് പങ്കുചേരുക, നമുക്കൊരു പണസഞ്ചി മാത്രം. മകനെ, നീ അവരുടെ വഴിയെ പോകരുത്, അവരുടെ മാർഗ്ഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു, ചോര ചിന്താന് അവർ വെമ്പൽ കൊള്ളുന്നു. പക്ഷി കാൺകെ അതിനു വല വയ്ക്കുന്നതു നിഷ്ഫലമാണല്ലോ. ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിനു വേണ്ടിയാണ്, സ്വന്തം ജീവന് തന്നെ അവർ കെണി വയ്ക്കുന്നു. അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെ എല്ലാം ഗതി ഇതാണ്, അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു. ജ്ഞാനത്തിന്റെ ആഹ്വാനം. ജ്ഞാനം തെരുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നു, ചന്തസ്ഥലങ്ങളിൽ അവൾ ഉദ്ഘോഷിക്കുന്നു. കോട്ട മുകളിൽ നിന്നുകൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു, നഗര കവാടങ്ങളിൽ നിന്ന് അവൾ സംസാരിക്കുന്നു. ഭോഷരെ, നിങ്ങൾ എത്രനാൾ ഭോഷരായി കഴിയും? എത്രനാൾ പരിഹാസകർ പരിഹാസത്തിൽ ആഹ്ലാദിക്കുകയും മൂഢർ അറിവിനെ നിന്ദിക്കുകയും ചെയ്യും? എന്റെ ശാസന ശ്രദ്ധിക്കുക, എന്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം, എന്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാന് വിസമ്മതിച്ചു, ഞാൻ കൈനീട്ടിയിട്ടും ആരും ഗൗനിച്ചില്ല. നിങ്ങൾ എന്റെ ഉപദേശം അപ്പാടെ അവഗണിക്കുകയും എന്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു. അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും. പരിഭ്രാന്തി നിങ്ങളെ പിടികൂടി കൊടുങ്കാറ്റുപോലെ പ്രഹരിക്കുമ്പോൾ, അത്യാഹിതം ചുഴലിക്കാറ്റുപോലെ വന്നെത്തുമ്പോൾ, ദുരിതവും വേദനയും നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ വിളി കേൾക്കുകയില്ല. ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അവർ അറിവിനെ വെറുത്ത് ദൈവഭക്തിയെ നിരാകരിച്ചു. അവർ എന്റെ ഉപദേശം അവഗണിക്കുകയും എന്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു. അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും, സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പു തോന്നുകയും ചെയ്യും. എന്നെ വിട്ടകലുന്നതു മൂലം ശുദ്ധഗതിക്കാരൻ മൃതിപ്പെടുന്നു, ഭോഷരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും. എന്നാൽ എന്റെ വാക്ക് ശ്രദ്ധിക്കുന്നവന് സുരക്ഷിതനായിരിക്കും, അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും.